ഹായ് ഓൾ, എൻ്റെ പേര് ആയിഷ. ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ 31 DHA ഫാർമസിസ്റ്റ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഓൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റി. ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ഹോൾ മിഡ്വെഞ്ചർ ടീം, എസ്പെഷ്യലി ആൻഡ്രൂ സാർ, ഫൗസ മാം ആൻഡ് അഭിരാം സാർ. ഞാൻ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ മൊത്തത്തിലൊന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് ക്ലാസ്സിന് എനിക്ക് ഇത്ര ടൈം വേണം, ആൻഡ് ഫയൽസ് ആൻഡ് മോക്കിന് ഇത്ര ടൈം വേണം എന്നുള്ളത്. ആദ്യം ബേസിക് ക്ലാസ് തന്നെയായിരുന്നു കണ്ടു തീർത്തത്. ഏകദേശം ഒരു 1 month എടുത്ത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ്രൂ സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, സാർ വളരെ നീറ്റായി കോൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരുന്നു. ഈവൻ കോഴ്സ് കഴിഞ്ഞ് അത്യാവശ്യം ഗ്യാപ്പ് വന്നവർക്ക് കൂടെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും പ്രീവിയസ്ലി ആസ്ക് ക്വസ്റ്റ്യൻസും സാറ് കൂടെ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് അപ്പോൾ തന്നെ മെറ്റീരിയൽ നോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുമ്പോൾ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ADR ഒക്കെ ചില ഡ്രഗ്സിൻ്റെ പറയുമ്പം വേറെ ഏതൊക്കെ ഡ്രഗ്സിന് കൂടെ അത് അപ്ലിക്കബിൾ ആവുമെന്ന് സാറ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേ കണക്ക് സെപ്പറേറ്റ് ഒന്ന് നോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്. ആൻഡ് ഓരോ ബേസിക് ക്ലാസ് ഓരോ ചാപ്റ്ററിൻ്റെ കഴിയുമ്പോഴും അതിൻ്റെ മോക്ക് കൂടെ ചെയ്തു പോകുന്നത് വളരെയധികം നന്നായിരിക്കും. അതിൻ്റെ ഡൗട്ട് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് മോക്ക് ചെയ്തു പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് മൈൻഡിലൊന്ന് സെറ്റ് ആവാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. ബേസിക് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് DHA ക്രാഷ് കോഴ്സ് ആയിരുന്നു. ക്രാഷ് കോഴ്സ് മൊത്തമായിട്ട് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫയൽസാണ് നോക്കിയത്. ഫയൽസ് ഒരു 2 times നോക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഫയൽസ് നോക്കുമ്പോൾ തന്നെ എനിക്ക് പുതിയ പോയിൻറ്റ്സും പുതിയ കോൺസെപ്റ്റും ഞാൻ സെപ്പറേറ്റ് ഒരു ബുക്കിൽ നോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എക്സാമിന് ഒരു ഫ്യൂ ഡേയ്സ് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് അത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ മോക്ക് ടെസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ കൂടിയും ഒരു 70% എനിക്ക് നോക്കാൻ പറ്റിയിരുന്നത്. ബട്ട് ചെയ്തതിൽ ഏറ്റവും മാർക്ക് ലോ ആയത് ഞാൻ എഗെയിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെൻറ്റ് ഫയൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെൻറ്റ് ഫയൽസ് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എക്സാമിന് 2 weeks മുന്നെയാണ് അത് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2 times ആണ് അത് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ DHA അപ്കമ്മിങ് എക്സാം ഗ്രൂപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസും പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ എളുപ്പം മറന്നു പോകുന്ന കുറച്ച് പോയിൻറ്റ്സ് എപ്പോഴും സ്റ്റിക്ക് നോട്ടിലാക്കി കാണുന്ന രീതിയിൽ എപ്പോഴും വെച്ച് അതും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് മെൻറ്റർ അഭിരാം സാറായിരുന്നു, പിന്നീട് ഫൗസ മാം ആയിരുന്നു. 2 പേരും എൻ്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഒരു സില്ലി ക്വസ്റ്റ്യൻ ആയാൽ പോലും അത് വളരെ വ്യക്തമായിട്ട് എനിക്കത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. MCയുടെ കേസിലാണെങ്കിൽ അമൽ സാർ, ജനറലായി പറയുകയാണെങ്കിൽ ആൻഡ്രൂ സാറൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് അക്കാദമിക്കലി മാത്രമല്ല, എക്സാം ടൈമിൽ വരുന്ന ടെൻഷനും സ്ട്രെസ്സും ആ ഒരു ടൈമിലെല്ലാം അത്യാവശ്യം മെൻ്റൽ സപ്പോർട്ടും കൂടെ എനിക്ക് മിഡ്വെഞ്ചർ ടീമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു സ്പെഷ്യാലിറ്റി ആയി മിഡ്വെഞ്ചറിൽ തോന്നിയത് റീസെൻറ്റ് എക്സാം പാറ്റേൺസിനനുസരിച്ച് കോഴ്സിൽ വരുത്തിയ അപ്ഡേഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ റീസെൻറ്റ് ഫയൽസിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെൻറ്റ് ഫയൽസിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കോഴ്സിൽ വരുത്തിയ മാറ്റങ്ങളും അതിനനുസരിച്ച് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്. എനിക്ക് എക്സാമിനെ പറ്റി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എക്സാം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. റീസെൻറ്റ് ഫയൽസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. MC ഒരു 3 questions റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ളൂ എങ്കിലും അമൽ സാറിൻ്റെ ബേസിക് ക്ലാസ് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാൽക്കുലേഷനൊക്കെ ആകുമ്പോൾ ഒരു 5 out of 15 കുറച്ച് ട്രിക്കി ആയിരുന്നു, ഫാർമക്കോ കൈനറ്റിക്സ് ബേസ്ഡ്. അതർവൈസ് ലാബ് വാല്യൂ ക്വസ്റ്റ്യൻസും ക്ലിനിക്കൽ സയൻസ് ബേസ്ഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഫയൽസൊക്കെ അത്യാവശ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇനി എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് പ്രോപ്പറായി ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എക്സാമിന് അപ്പിയർ ചെയ്യുക. ടെൻഷൻ ആവാതെ റിലാക്സ് ആയിട്ട് എക്സാം ടൈമിലും ടൈമെല്ലാം മാനേജ് ചെയ്താൽ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ.